ഇത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ICM കണ്ണൂരിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ MBA കോഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് അതിൻ്റെ ഡിമാൻഡ് വന്ന് കുറഞ്ഞുകൊണ്ട് വരുന്നത്. വളരെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ മാത്രമാണ് MBA ശരിക്കും ഫുള്ളാക്കുന്നത്. മറ്റ് പല കോളേജസിൽ വന്ന് ശരിക്കും വന്ന് MBA വന്ന് ഷോർട്ട് നമ്പേഴ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വന്ന് ഏതെങ്കിലും ശരിക്കും ഒരു മാറ്റം ആവശ്യമാണ്. കോപ്പറേറ്റീവ് സെക്ടർ വന്ന് ശരിക്കും ഇപ്പോൾ വളർന്നുകൊണ്ട് വരുന്നത്. ഇന്ത്യയിലുള്ള സെൻട്രൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് മിനിസ്ട്രി അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ വന്ന് വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു വൈബ്രൻറ്റ് കോപ്പറേറ്റീവ് സെക്ടറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ട് വന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയെ വന്ന് മീറ്റ് ഔട്ട് ചെയ്യാൻ നല്ല ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ആവശ്യമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഇർമാൻ പറഞ്ഞ് ആനന്ദിലുള്ള ഗുജറാത്തിലെ ആനന്ദിലുള്ള ഒരു സ്ഥാപനത്തെ വന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ബില്ല് വന്നിട്ടുണ്ട്. ഈ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ അത് വന്ന് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും വന്ന് കോപ്പറേറ്റീവ് ആസ്പിറൻസിക്ക് വന്ന് കൂടുതലായിട്ട് ഒരു ബെനിഫിഷ്യൽ കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല കേരളത്തിൽ വന്ന് കോപ്പറേറ്റീവ്ലി ഡെവലപ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് കോപ്പറേറ്റീവ്സ് കുറിച്ചിട്ട് കൂടുതൽ ധാരണ വന്ന് ഇവിടെ കുറേ ആൾക്കാർക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് നമ്മളുടെ സെൻറ്റേഴ്സ് ഇർമാൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ സെൻറ്റേഴ്സ് വന്ന് ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഒരു ഡിമാൻഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നല്ല ഒരു ഇനീഷ്യേറ്റീവ് ഈ കേന്ദ്ര സർക്കാർ എടുത്തതിൻ്റെ ഒരു അഭിനന്ദനങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്. താങ്ക് യു.